ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? നമ്മളുടെ വിളവെടുപ്പുകളൊക്കെ ഓൾമോസ്റ്റ് തീർന്ന്. അപ്പം നമുക്ക് അടുത്ത സമ്മറിലേക്ക് നമ്മൾ സീഡ് കളക്ഷൻ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം എനിക്ക് പല ആൾക്കാരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് നമുക്ക് അഡ്വൈസൊക്കെ തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയൊക്കെയാണ്, അത് ഇനിയിപ്പം നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്തേ, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ വളവിടേണ്ടത്, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പിലൂടെ കാണിച്ചു തരും. ഇത് ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം കിട്ടും. അപ്പോൾ ഇത്തവണ നമ്മൾ സീഡ് കളക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള, അടുത്ത സമ്മറിലേക്ക് വേണ്ടിയിട്ടുള്ള വിത്ത് എങ്ങനെയാണ് എടുത്ത് വെക്കേണ്ടത്, അത് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമുക്ക് മെയിനായിട്ട് എടുക്കാനുള്ളത് ചീരയും പിന്നെ ബീൻസും ലോങ് ബീൻസിൻ്റെ സീഡാണ്. അപ്പം ബീൻസും ലോങ് ബീൻസിൻ്റെ നമ്മൾ പറിച്ചെടുത്ത് ഉണക്കാൻ വേണ്ടി വെക്കണം. അപ്പം അത് ഞാൻ പറിച്ചെടുക്കട്ടെ. ആദ്യം നമുക്ക് സീഡ് എടുത്തിട്ട് വരാം. നമ്മുടെ ഗാർഡനൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിത് ക്ലീനിങ് ഒക്കെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എല്ലാം. അപ്പം പുതിയതായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ഞാൻ കമ്പോസ്റ്റ് ഒക്കെ ഇപ്പം പ്രിപ്പയർ ചെയ്യണം, അതൊക്കെ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഇവിടെ മുഴുവൻ ഇങ്ങനെ നമ്മുടെ ആ പുറകിൽ നിൽക്കുന്ന കണ്ടോ, അത് മുഴുവൻ തക്കാളി മുഴുവൻ തീർന്നു. പിന്നെ വെണ്ടയ്ക്ക കണ്ടോ, ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രം 2 വെണ്ടയ്ക്ക നിപ്പുണ്ട്, ചെറിയ ചെറിയ വെണ്ടയ്ക്കകൾ അവിടെ നിപ്പുണ്ട്. അതുകൊണ്ട് ഞാനതവിടെ ലീവ് ചെയ്തു, കാരണം നമുക്കൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇടയ്ക്ക് ഒരെണ്ണം പറിച്ചെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുക. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്, അത് അവിടെ നിൽക്കുന്നുണ്ട്, അത് ചെറുതാണേലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ ചീര ഞാനിപ്പം പറിച്ചെടുക്കുകയാണ്. കാരണം ഇത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇതിൻ്റെ അരി എടുത്ത് നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കണം. അപ്പോൾ ഇത് അരി എടുത്ത് വെച്ചത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് നല്ലപോലെ ഉണക്കിയിട്ട് വേണം നമ്മൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ചീര നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് പോകാം. നമ്മുടെ ബീൻസും കുക്കുംബറും ഒക്കെ ഉണങ്ങിപ്പോയായിരുന്നു. അപ്പം അതെല്ലാം ഉണങ്ങിയതെല്ലാം ഇനി എടുത്ത് മാറ്റണം. ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കുമ്പളങ്ങയും ഇതൊക്കെ വിളവെടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്. ഇവിടെ ഒരു ലോങ് ബീൻസിന്റെ ഞാൻ സീഡിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിങ്ങ് പറിച്ചെടുക്കാവേ. ഇത് കണ്ടോ, ഇത് നമ്മള് കുരുവെടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നമ്മൾ ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ലപോലെ ഉണങ്ങി നിപ്പുണ്ട്. ഇത് ഉണങ്ങി നിപ്പുണ്ടെങ്കിലും നമ്മൾ ഒന്നും കൂടെ ഉണക്കിയെടുക്കണം കേട്ടോ. നോക്കട്ടെ. അപ്പൊ ഇതാണ് ഒന്ന്. ഇനി അപ്പുറ വശത്തും കൂടി ഉണ്ട് 2-3, അതും കൂടെ പറിച്ചെടുക്കാം. അപ്പം ഇങ്ങോട്ട് കയറിയപ്പോഴേ നമ്മുടെ ബീൻസ് കുറേ ഉണങ്ങിയിപ്പില്ലേ, അപ്പൊ കുറച്ച് ബീൻസ് അങ്ങ് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. കാരണം കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളോട് സീഡും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് പറ്റുന്നവർക്കൊക്കെ കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കുവാണേ. ബീൻസ് കണ്ടോ, ഞാൻ പറിച്ചെടുക്കുകയാണേ. ബീൻസ് പറിക്കാൻ കയറിയപ്പോഴത് ഇവിടെ ഇട്ട് നോക്കിക്കേ, ഇവിടെ ഒരു ലോങ് ബീൻസിന്റെ ഇത് നല്ലപോലെ ഉണങ്ങിയിപ്പുണ്ട്. അപ്പം നമുക്ക് അതും കൂടി അങ്ങ് പറിച്ചെടുക്കാം. കുറച്ചധികം ബീൻസ് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് വേണ്ടി ഞാൻ ഈ ടൈപ്പിൽ ബീൻസ് എടുക്കുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ മറ്റേ ചെറിയ ടൈപ്പിലെ ബീൻസ് ഇല്ലായിരുന്നു, അത് ഞാൻ എടുക്കുന്നില്ല. മറ്റേ ലോങ് ആയിട്ടുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ക്ലൈംബിങ് ബീൻസാണ് കേട്ടോ. ഇത്തവണ ഞങ്ങൾ നട്ടത് മുഴുവൻ ക്ലൈംബിങ് ബീൻസാണ്. പക്ഷെ 2 ടൈപ്പിലെ ബീൻസ് ആയിരുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കാണാതിരിക്കും അല്ലേ, കുറേ ഇങ്ങനെ ബീൻസ് ഇങ്ങനെ കറുത്ത പാടായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കുറേയൊക്കെ ഉണങ്ങിപ്പോയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വിളവെടുക്കാനും പറ്റില്ല. ഇതിപ്പോൾ 2-3 ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കൂടാതെ തണുപ്പ് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉണങ്ങി തീരാറായി. എൻ്റെ ഇതാ കാണുന്നത് കേട്ടോ. എല്ലാവരും വിചാരിക്കുക ഇതിനകത്ത് ഇത്രയും കൂടി കിടന്നിട്ട് ഇവരിതൊന്നും പറിച്ചെടുത്തില്ലേ, ഇവർ വിളവെടുത്തില്ലേ എന്ന് വിചാരിക്കില്ലേ. അത് നമുക്ക് അതായിരുന്നു, നമുക്ക് വിളവെടുക്കാൻ കിട്ടിയില്ല. പക്ഷെ നമുക്ക് ഒത്തിരി നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതലും നമുക്ക് ലഭിച്ചു. കുറേയൊക്കെ ഞങ്ങൾ എടുത്തു. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഗ്രീനൊക്കെ വരുന്നത് നമ്മൾ പറിച്ചെടുക്കും. അപ്പം നമുക്ക് ചെറിയ ഇപ്പം ബീൻസിൻ്റെ തോരനൊക്കെ വെക്കാൻ നല്ല ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോഴത്തേ നമ്മൾ ബീൻസും ലോങ് ബീൻസും ചീര എടുത്തു കഴിഞ്ഞ് ഇനി അപ്പുറത്തെ സൈഡിൽ കുറച്ച് ലോങ് ബീൻസിൻ്റെയും കൂടി ഉണ്ട്, അതും കൂടി അങ്ങ് പറിച്ചെടുക്കാം.
ഈ ഭാഗത്ത് നമ്മുടെ പിടിപ്പയർ നല്ലപോലെ പിടിച്ചായിരുന്നു ഇത്തവണ. കുറേ പ്രാവശ്യം വിളവെടുത്ത് എന്നിട്ടും കടപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറിച്ച് കളയാഞ്ഞേ. ഇപ്പൊ തണുപ്പായപ്പം മിക്കതും കുറേയൊക്കെ അങ്ങ് ശോഷിച്ചു തുടങ്ങി. പയറിന്റെ വലിപ്പവും ഇതൊക്കെ അങ്ങ് ചെറുതായി തുടങ്ങി. കണ്ടാലറിയാം, കണ്ട. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഇനി വളരില്ല, പക്ഷെ കിട്ടുന്നത് നമുക്ക് പറിച്ചെടുക്കാം. അപ്പൊ എൻ്റെ ഇടയ്ക്ക് ലോങ് ബീൻസിന്റെ സീഡൊക്കെ ഉണ്ടായിരുന്നു, സീഡിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതങ്ങ് പറിച്ചു. കണ്ടോ, നല്ല നീളമുള്ള പയറായിരുന്നു. കണ്ടോ, ഇത്രയോ നീളമുള്ള പയറാ. ഇത് കണക്ക് തന്നെ ഇപ്പുറത്തെ വശത്ത് ഒരെണ്ണം നിപ്പുണ്ട്. 3-4 ഉണ്ടായിരുന്നു. ഞാൻ എവിടെയൊക്കെയോ ഇട്ടായിരുന്നു. അതേണ്ട കിടക്കുന്ന ഇപ്പൊ നല്ലപോലെ ഉണങ്ങിയതേ. അത്രേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ പയ്യെ വന്ന് പറിച്ചെടുക്കാം. അപ്പൊ ഇതെങ്ങനെയാന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് സീഡ്സും കൂടെ ഉണ്ട്, അതും കൂടെ ഒക്കെ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അതെ, നമ്മളിപ്പോ പറിച്ചെടുത്ത് വെച്ച സാധനങ്ങളാ. നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. ഇനി ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കുമ്പളങ്ങയുടെ സീഡ് കേട്ടോ. കുമ്പളങ്ങയുടെ സീഡ് എടുത്ത് വെച്ച് നല്ല പോലെ ഉണക്കിയിട്ട് വേണം ഇങ്ങനെ എടുത്തു വെക്കാൻ, അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കും. എനിക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണമെങ്കിൽ നല്ല പോലെ ഉണക്കണം. ഇപ്പൊ തണുപ്പായതുകൊണ്ട് വെയിൽ കിട്ടുന്ന സമയമാകുമ്പോൾ അപ്പം തന്നെ ഉണക്കി വെക്കണം. ഇവിടെ നാട്ടിലൊക്കെ പിന്നെ ഈസി ആണല്ലോ, നമുക്ക് വെയിലുണ്ട് എപ്പോഴും. പക്ഷെ ഇപ്പം മഴയുടെ ടൈം ആണെന്ന് തോന്നുന്നു നാട്ടിൽ. എന്നാലും വെയിൽ കിട്ടുന്ന സമയത്ത് കുമ്പളങ്ങയുടെ സീഡൊക്കെ എടുത്ത് നല്ല പോലെ ഉണക്കി പ്ലാസ്റ്റിക്കിൽ, അതായത് എയർ കയറാത്ത വിധം എടുത്ത് വെക്കണം. പിന്നെ ഉള്ളത് തേണ്ടേ, ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ കുക്കുംബർ, നമ്മുടെ സാലഡ് വെള്ളരിയുടെ സീഡാട്ടോ. അത് ഞാൻ ഉണക്കി എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് സമ്മറിന് നടണ്ടേ, അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് വാട്ടർമെലൻ്റെ സീഡാണ്. കുറച്ചേ എടുത്ത് വെച്ചുള്ളൂ. ആക്ച്വലി ഞാൻ എടുത്ത് വെച്ചതാ. നമ്മൾ ഈ നല്ലപോലെ വെയിൽ കൊണ്ടില്ലെങ്കിലുണ്ടല്ലോ പൂപ്പലടിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ, എടുത്ത് വെച്ച് കുറേ പൂപ്പലായിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും കുറച്ചെടുത്ത് ഉണക്കി എടുത്ത് വെച്ചത്. എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ, നമുക്ക് തന്നെ ഇത്രയും മതി, അതുകൊണ്ട് അത്ര ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വെണ്ടയ്ക്കയുടെ കുറച്ചും കൂടി എടുക്കാനുണ്ട്. അത് ഞാൻ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടേ ഉള്ളൂ. അപ്പം അത് ഒന്നുകൂടെ ഉണക്കി എടുത്തിട്ട് വേണം ബാക്കിയും കൂടെ സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കിട്ടിയത് ഞാൻ എടുത്ത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ജമന്തി പൂക്കളാട്ടോ. ആക്ച്വലി ഇത് നല്ലതാണ്, നമ്മൾ പച്ചക്കറിയുടെ ഇടയ്ക്കൊക്കെ ഇടുന്നത്. അപ്പം അടുത്ത വർഷത്തേക്ക് വേണ്ടി നമ്മളിത് എടുത്ത് വെച്ചെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറികൾ പുഴുക്കളും അങ്ങനെ കീടാണുക്കളും ഒന്നും പിടിക്കാണ്ടിരിക്കാൻ ഇത് ഇടയ്ക്കോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കളഞ്ഞു. അപ്പം അത് ഒരുമാതിരി മെഡിസിനൽ എഫക്റ്റുള്ള സാധനമാണ്. പക്ഷെ ചിലവർക്ക് ഇതൊക്കെ അലർജിക്കാണ്. പക്ഷെ നമ്മുടെ പച്ചക്കറികൾക്ക് ഇത് നല്ല സാധനം. അപ്പോൾ പച്ചക്കറികൾ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ജമന്തി പൂക്കളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ, അതായത് കീടാണുക്കളൊന്നും പിടിക്കാണ്ട് നമുക്ക് കിട്ടും. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ പാവല കണ്ടോ, പാവൽ അത് എല്ലാ സാധനവും നല്ലപോലെ ഉണക്കി എയർ കയറാത്ത വെക്കണം. അപ്പം ഞാൻ ഇത് എടുത്തിട്ട് വീണ്ടും ഒരു കുപ്പിക്കകത്തോട്ട് എടുത്തങ്ങ് വെക്കും. ഇനിയിപ്പോൾ 6 മാസത്തേക്ക് നമുക്ക് തൊടാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് അങ്ങ് വെക്കും. പിന്നെ വരുന്നത് ചീരയാണ്. കണ്ടോ, ഈ ചീര കഴിഞ്ഞ വർഷം അമ്മച്ചി എടുത്ത് വെച്ച് തന്നതാണ്, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പം ഇത്തവണ ഞാൻ ചീര ഇത് കണക്കായിരുന്നത് അത് നല്ലപോലെ ആ പൂക്കളെല്ലാം കളഞ്ഞ് ഒരു പേപ്പറിനകത്തോട്ടാക്കി ഇത് കണ്ടോ ഉണക്കി വെച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ മുകളിലത്തെ പൂക്കളും കൂടെ ഇങ്ങനെ പേറ്റി എനിക്ക് കുറച്ച് കളയാനുണ്ട്. നോക്കിക്കേ, ഇതിനകത്ത് സീഡുണ്ട്, ഉണക്കിയെടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അതിനകത്തൊന്ന് സീഡ് മാറ്റി ഞാനിനി നമ്മളുടെ ഈ പ്ലാസ്റ്റിക് കൂടിനകത്തോട്ടാക്കി എടുത്ത് വെക്കണം. കണ്ടോ, നല്ല പോലെ ഉണക്കണം. ഇത് വെയിലത്തിട്ട് ആ പൂക്കൾ ഉണക്കി ഇത് ഫുൾ ഇങ്ങനെ ഊരി എടുത്ത് ഒരു പേപ്പറിനകത്തോട്ടാക്കി. ഇവിടെയൊക്കെ നല്ല കാറ്റുള്ളത്, അതുകൊണ്ട് വെക്കുമ്പം ഇത് കണക്കുള്ള എന്തെങ്കിലും കവറിങ് ഉള്ള സാധനത്തിൽ ഇച്ചിരി കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് വേണം ഉണക്കാൻ വേണ്ടിയിട്ട്. എടുത്ത് ഊരി പേപ്പറിലോട്ടോട്ടാക്കിയിട്ട് ഉണ്ടോ. ഇപ്പം തന്നെ ഞാൻ പിടിക്കുമ്പോൾ ഇത് കണ്ടോ താഴോട്ടങ്ങ് സീഡ് വീണോണ്ടിരിക്കുക. ഇപ്പം എല്ലാം എടുത്ത് ഒന്ന് നല്ലപോലെ ഉണക്കി വേണം എടുത്ത് വെക്കാൻ.
അതാണൊക്കെ നമ്മുടെ ലോങ് ബീൻസ് ഇതെല്ലാം ഞാൻ ഇനി ഒന്ന് ഉണക്കിയിട്ടേ വെക്കത്തുള്ളൂ. ഇത് ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എടുത്ത് വെക്കുന്ന വെറുതെയാവും, പൂപ്പല് കയറി പിടിച്ച് നാശമായിപ്പോൾ. അപ്പം നല്ലപോലെ ഉണക്കി എല്ലാം കൂടെ എടുത്ത് വെക്കാനാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും അപ്പം സീഡൊക്കെ നല്ലപോലെ കളക്ട് ചെയ്ത് എടുത്ത് വെക്കാൻ വേണ്ടി നോക്കണം. ഒരു വിളവ് തീർന്നു കഴിയുമ്പോൾ അത് വെറുതെ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് സീഡൊക്കെ എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അടുത്ത വർഷത്തേക്കല്ലേ അടുത്ത പ്രാവശ്യത്തേക്ക് അത് ഉപകരിക്കും. നാട്ടിലൊക്കെ ഇത് വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ. പക്ഷേ ഞങ്ങളെ കണക്കുള്ള ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് വിൻ്ററും സമ്മറും ഒക്കെ മാറി മാറി വരുന്നത് കൊണ്ട് ഇതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്തു വെച്ചാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കടയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ലേ, ഈസി ആയിട്ട് കിട്ടില്ലേ? പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ തന്നെ എടുത്തു വെച്ച് നമ്മളായിട്ട് തന്നെ നടുമ്പോൾ അതിനൊരു സന്തോഷവും ഒരു അഭിമാനവും ഒക്കെ തോന്നും. അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യുക, നിങ്ങളാ കഴിയുന്നതും ചെയ്യുക. കൂടുതൽ സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ വിളവെടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.